നാടിനെ മുഴുവൻ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകാൻ പോകുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ 11:15 ഇവിടെ അടുപ്പിച്ച് മറ്റൊരു ദുരന്തത്തിന് വയനാട് സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യമുണ്ടായത്. അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ്. അപ്രതീക്ഷിതമായുണ്ടായ മലയിടിച്ചിലിൽ ഉണ്ടായ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാഷ്വാലിറ്റിയുമൊക്കെ ഇതിനകം തന്നെ അറിഞ്ഞു കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തുകയും ജില്ലയിലെ മുഴുവൻ സംവിധാനങ്ങളും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുകയും നിലവിലൊരു സിസ്റ്റം നമുക്കറിയാം. ഇത്തവണ മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും തിരുവനന്തപുരത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് കൂടി ഏറ്റവും പ്രധാനമായി അത് ചർച്ച ചെയ്ത് വയനാട്ടിലെ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിരുന്നു. NDRF ഉൾപ്പെടെയുള്ള SDRF ഉൾപ്പെടെയുള്ള എല്ലാ ടീമും നമുക്കിവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നേരത്തെ നടത്തിയതാണ്. ഇന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മഴയും അതുപോലെ ട്രാഫിക്കിൻ്റെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അല്പം പ്രയാസം അനുഭവിച്ചെങ്കിലും എല്ലാവരും ജില്ലയിലെ കളക്ടർ ഉൾപ്പെടെയുള്ള SP ഉൾപ്പെടെ DIG ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളൊക്കെ ഞാനും കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖും തിരുവനന്തപുരത്തായിരുന്നു. ഇത് CM-ഉമായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കാര്യങ്ങൾ അറിഞ്ഞത്. CM അപ്പോൾ തന്നെ ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഞാനും കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖും ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ഒരു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ മറ്റു വിശദാംശങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം. ഞങ്ങളിപ്പോൾ ആലോചിച്ച വളരെ വിശദമായൊരു മീറ്റിംഗ് ഞങ്ങൾ എടുത്തു. ജില്ലയിലെ ഒഫീഷ്യൽസ് മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റ ഫോക്കസാണ് കൊടുക്കുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കും. ആ റെസ്ക്യൂ ഓപ്പറേഷനകത്ത് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മഴയും കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായിട്ട് പോലും റെസ്ക്യൂ ഓപ്പറേഷൻ നല്ല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ലഭിച്ച അവിടുന്ന് രക്ഷപ്പെടുത്തിയവരും മരണപ്പെട്ടവരുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൃഷി വകുപ്പ് മന്ത്രി നിങ്ങളോട് ഡീറ്റെയിൽഡായിട്ട് പറയും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ രാത്രി വൈകിയാണെങ്കിൽ എത്ര മാത്രം നമുക്ക് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാകുന്നത് വരെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ തുടരും. ഇനിയും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ അവർ തന്നിട്ടുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 5 പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അതുപോലെ തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അങ്ങനെ ബ്ലോക്ക് ഒഴിവാക്കിയെങ്കിലേ നമുക്ക് മറ്റ് റെസ്ക്യൂ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെ ഇന്ന് രാത്രി പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നാളത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള മിസ്സിംഗ് ആയ 5 ആളുകളെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്.